നമസ്കാരം. ആമസോൺ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന പച്ചപ്പിൻ്റെ വൻ സമുദ്രം. ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പരന്നുകിടക്കുന്ന ഈ വനമേഖല പര്യവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും എന്നും ഒരുപോലെ വെല്ലുവിളിയായിരുന്നു. അപ്രത്യക്ഷമായ സ്വർണ്ണനഗരമായ എൽ ഡൊറാഡോയെക്കുറിച്ച് കഥകൾ നൂറ്റാണ്ടുകളായി ഈ കാടിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആമസോൺ എക്കാലവും മനുഷ്യവാസമില്ലാത്ത വെറും ഗോത്രവർഗ്ഗക്കാർ മാത്രം താമസിച്ചിരുന്ന ഒരു കാടായിരുന്നു എന്നാണ് ലോകം വിശ്വസിച്ചിരുന്നത്. ഈ വിശ്വാസങ്ങളെ വേരോടെ പിഴുതെറിയുന്ന ചരിത്ര പുസ്തകങ്ങൾ തിരുത്തി എഴുതേണ്ടി വരുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശാസ്ത്രജ്ഞർ ആമസോൺ കാടുകളുടെ ആഴങ്ങളിൽ ഒരു വമ്പൻ പുരാതന നഗരം കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും കാലം ഈ വമ്പൻ നഗരം ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ മറഞ്ഞിരുന്നു? ഇതിനുള്ള ഉത്തരം LIDAR എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലാണ്. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന വനമേഖലയിൽ സാധാരണ സാറ്റലൈറ്റ് ചിത്രങ്ങളോ വിമാനത്തിൽ നിന്നുള്ള ഫോട്ടോകളോ ഉപയോഗിച്ച് ഭൂമിയിലുള്ളവ കാണാൻ കഴിയില്ല. എന്നാൽ ലിഡാർ വിമാനത്തിൽ നിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ലേസർ കിരണങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നു. ഈ കിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെ ഭൂമിയിൽ തട്ടി തിരികെ വരുന്നു. ആ സമയ വ്യത്യാസം കണക്കാക്കി കമ്പ്യൂട്ടറുകൾ വനത്തിനടിയിലെ ഭൂപ്രകൃതിയുടെ ഒരു കൃത്യമായ 3D മാപ്പ് തയ്യാറാക്കുന്നു. ഒരു കാലത്ത് മരങ്ങളെല്ലാം വെട്ടിമാറ്റിയാൽ ഭൂമി എങ്ങനെയായിരിക്കുമോ അതുപോലെ ഉള്ള ഒരു ചിത്രം. ഈ ചിത്രങ്ങളിലാണ് പുരാവസ്തു ഗവേഷകർക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത ആ വിസ്മയ കാഴ്ച കാണാൻ സാധിച്ചത്. ലിഡാർ സ്കാനിങ്ങിൽ തെളിഞ്ഞത് കിലോമീറ്ററുകളോളം നീളുന്ന വലിയ മതിലുകൾ, കനാലുകൾ, കൃത്യമായി നിർമ്മിച്ച തടാകങ്ങൾ, ഉയരമുള്ള ഗോപുരങ്ങൾ, പിന്നെ കിലോമീറ്ററോളം നീളുന്ന നേരായ പാതകൾ. ഒരു സാധാരണ പുരാതന നഗരമായിരുന്നില്ല ഇത്. നഗരത്തിന്റെ പ്ലാൻ പരിശോധിച്ച ഗവേഷകർ അത്ഭുതപ്പെട്ടുപോയി. നഗരത്തിലെ പ്രധാന പാതകളും സ്മാരകങ്ങളും ആകാശത്തെ നക്ഷത്ര സമൂഹവുമായി വിചിത്രമായ ഒരു പൊരുത്തം കാണിക്കുന്നുണ്ട്. ഒറിയോൺ പോലുള്ള പ്രശസ്തമായ നക്ഷത്രക്കൂട്ടങ്ങളുടെ ആകൃതിയിലാണ് പല നിർമ്മാണങ്ങളും നിലകൊള്ളുന്നത്. അക്കാരണത്താലാണ് ഇതിനെ ശാസ്ത്രലോകം നക്ഷത്ര നഗരം എന്ന് വിളിക്കുന്നത്. പുരാതന ഈജിപ്തിലെ പിരമിഡുകൾ ഗിസയിലെ നക്ഷത്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പോലെ ആമസോണിലെ ഈ നഗരവും ഏതോ വലിയ പ്രപഞ്ച രഹസ്യത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ്. ഈ കണ്ടെത്തൽ ആമസോണിനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ അറിവുകളെയും മാറ്റിയെഴുതുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആമസോൺ കാടുകൾ എക്കാലവും ജനവാസമില്ലാത്ത വെറും കാടുകൾ മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ ഈ നക്ഷത്ര നഗരം ലണ്ടൻ നഗരത്തോളം തന്നെ വലിപ്പമുള്ള ഒരു വമ്പൻ സമുച്ചയമായിരുന്നു. ഇവിടെ ഒരു കാലത്ത് ആയിരക്കണക്കിന്, ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. നഗരത്തിന് ചുറ്റുമുള്ള പ്രതിരോധ മതിലുകൾ, കൃഷി ആവശ്യത്തിനായി പണിത കനാലുകൾ, മഴവെള്ളം ശേഖരിക്കാനുള്ള വലിയ തടാകങ്ങൾ എന്നിവയെല്ലാം അക്കാലത്തെ ജനങ്ങളുടെ ഉയർന്ന ബുദ്ധിശക്തിയെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെയുമാണ് വിരൽ ചൂണ്ടുന്നത്. മൺകട്ടകളും പശമണ്ണും ഉപയോഗിച്ചാണ് ഇതിൻ്റെ അടിത്തറകൾ നിർമ്മിച്ചിരിക്കുന്നത്. കാടിനുള്ളിൽ ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ കല്ലുകളും മറ്റും അവർ എങ്ങനെ അവിടെ എത്തിച്ചു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. നഗരത്തിൻ്റെ രൂപകൽപ്പനയിൽ നക്ഷത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകാൻ എന്തായിരിക്കും കാരണം? ഇതൊരു വലിയ ചോദ്യമാണ്. സൂര്യോദയവും അസ്തമനവും കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് പ്രധാന ക്ഷേത്രങ്ങളും പൊതുമന്ദിരങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. അക്കാലത്തെ ഗോത്രവർഗ്ഗക്കാരെയോ അല്ലെങ്കിൽ സമുദായങ്ങൾക്കോ ജ്യോതിശാസ്ത്രത്തിൽ എത്രമാത്രം അറിവുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. വിളവെടുപ്പിനും മറ്റും ആചാരങ്ങൾക്കും നക്ഷത്രങ്ങളെ നോക്കിയാണ് അവർ സമയം നിശ്ചയിച്ചിരുന്നത്. ഈ നഗരത്തിലെ ജനങ്ങൾ നക്ഷത്രങ്ങളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നു, അതോ അവർക്ക് ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായിരിക്കാം ഇത്രയും വലിയൊരു നഗരം തകരാൻ കാരണം? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളോ അതോ പ്രകൃതിക്ഷോഭങ്ങളോ ആകാം ഈ ജനതയെ അവിടെ നിന്ന് തുടച്ചു നീക്കിയത്. യൂറോപ്യന്മാരുടെ അധിനിവേശ കാലത്ത് പടർന്ന അസുഖങ്ങൾ അവരെ നശിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം കൃഷി നശിക്കുകയും അവർക്ക് ഈ നഗരം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തിരിക്കാം. എന്തായാലും കാലക്രമേണ കാട് ഈ നഗരത്തെ വിഴുങ്ങി. വർഷങ്ങൾക്ക് ശേഷം ലിഡാർ എന്ന ആധുനിക കണ്ണിലൂടെ മാത്രമേ മനുഷ്യർക്ക് ഇത് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ കണ്ടെത്തൽ പുരാതന അമേരിക്കൻ വംശജരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ മാറ്റാൻ പോവുകയാണ്. ലോകം അത്ഭുതത്തോടെ കാത്തിരിക്കുന്ന പല നിഗൂഢതകളും ഈ നക്ഷത്ര നഗരത്തിൻ്റെ മണ്ണിൽ ഇനിയും കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നുണ്ടാകാം. ലിഡാർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആമസോൺ വനങ്ങളിൽ ഇനിയും ഇത്തരം നഗരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്. ഓരോ പുതിയ കണ്ടെത്തലുകളും ചരിത്ര പുസ്തകങ്ങളെ തിരുത്തി എഴുതുകയും പുരാതനമായ സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റുകയും ചെയ്യും. ആമസോണിലെ ഈ നക്ഷത്ര നഗരം വരും വർഷങ്ങളിൽ ചരിത്ര ഗവേഷകരുടെ പ്രധാന കേന്ദ്രമായി മാറുമെന്നതിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.